സ്റ്റഡി ആയിട്ടുള്ള റിട്ടേൺസ് വേണം. എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആയിരിക്കണം, ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ഇത്തരത്തിലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണോ നിങ്ങൾ നോക്കുന്നത് എങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്ക്. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് സെക്കൻഡറി മാർക്കറ്റിലൂടെ ഫിക്സഡ് റിട്ടേൺസ് തരുന്ന ഡെറ്റ് ഇൻസ്ട്രുമെന്റുകൾ അവൈലബിൾ ആണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രഷറി ബില്ലുകൾ, ബോണ്ടുകൾ, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ലോക്കിംഗ് പീരീഡിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫിക്സഡ് ആയിട്ടുള്ള റിട്ടേൺസ് അവർ നൽകുകയും ചെയ്യുന്നു. പലപ്പോഴും ഇത് ബാങ്ക് FD കൂടുതലായിട്ടുള്ളതുണ്ട്. ഇതിൻ്റെ അകത്ത് ട്രഷറി ബില്ലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേമിലേക്കാണ് കൺസിഡർ ചെയ്യുക. അതായത് 91 ദിവസം, 182 ദിവസം, 364 ദിവസം ഇത്തരത്തിലായിരിക്കും ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഫിക്സഡ് ആയിട്ടുള്ള റിട്ടേൺസും പറയുന്നുണ്ടാകും മെച്യൂരിറ്റി പീരീഡിൽ. അതുപോലെ തന്നെ ബോണ്ടുകൾ ആണെന്നുണ്ടെങ്കിൽ ലോങ് ടേമിലേക്കുള്ള ബോണ്ടുകൾ അവൈലബിൾ ആണ്. ഫിക്സഡ് ആയിട്ടുള്ള ഇന്റർവെല്ലുകളിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് റിട്ടേൺസ് കിട്ടുകയും ചെയ്യും. ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സീറോ റിസ്ക് ആണ്. ഡിഫോൾട്ട് റിസ്ക് എന്ന് പറയുന്നത് സീറോ ആണ്. ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളെ സ്റ്റോക്ക് ബ്രോക്കിംഗ് ആപ്പ് ഇപ്പോൾ സെറോദയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെറോദ യൂസ് ചെയ്തിട്ട് തന്നെ സെക്കൻഡറി മാർക്കറ്റിൽ ഇത് സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ ധാരാളമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിമാറ്റ് അക്കൗണ്ടിന്റെ അകത്ത് നിങ്ങൾ IPO എന്ന് പറയുന്ന സെഷൻസിൽ നമ്മൾ ബിഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അലോട്ട്മെന്റ് കൊടുക്കുന്ന സ്ഥലത്ത് തന്നെ അവിടെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് ട്രഷറി ബില്ല്, ബോണ്ടുകൾ ഇവയെല്ലാം, അതായത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എല്ലാം അവിടെ എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യാൻ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാം. അലോട്ട്മെന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഫിക്സഡ് ആയിട്ടുള്ള പ്രൊസീജിയറിന് ശേഷം നമുക്ക് അലോട്ട്മെന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും, മെച്യൂരിറ്റി പീരീഡ് വരെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സഡ് ഇൻകം ആയിരിക്കും ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത്. മാർക്കറ്റ് കണ്ടീഷൻസിന് ഇത് റെസ്പെക്റ്റീവ് ആയിട്ടായിരിക്കും ചിലപ്പോൾ പെർഫോം ചെയ്യുന്നുണ്ടാവുക.